നീ എവിടെ ആയിരുന്നു? മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് കടക്കാരെ പേടിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുവാ. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഫ്രണ്ട്സ് ആരും വിളിക്കാറേ ഇല്ല. അതുകൊണ്ട് ഭൂമിയിലെങ്ങ് രക്ഷയില്ലാതെ വന്നപ്പോൾ മാനത്തൂടെ ഇങ്ങനെ പറന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നീ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? പെങ്ങളെ കെട്ടാൻ പോണ ചെക്കൻ്റെ അപ്പൻ അവറാമൊരാളി ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കോൺട്രാക്റ്റിന്റെ ബില്ലൊന്നും പാസ്സാവില്ലെന്നും ഉമ്മച്ചനെതിരെ അന്വേഷണം നടക്കുന്നെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നത്. ഇവിടുത്തെ കടബാധ്യതയും ചീത്തപ്പേരും ചുമക്കാൻ എൻ്റെ മോനെ കിട്ടില്ല. നമുക്ക് ഈ കല്യാണത്തിന്റെ കാര്യം ഒന്ന് മറന്നു കളഞ്ഞേക്കാം. ബില്ലിന്റെ കാര്യത്തില് ഒരു പരിഹാരം കണ്ടിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കഞ്ചാവ് അടിക്കുന്നതാണോ അതിന് പരിഹാരം? ആ, കഞ്ചാവ് അടിച്ചോണ്ടല്ലേ നല്ല ബുദ്ധി തോന്നിയത്. അതൊന്ന് ചേട്ടായിട്ട് ഡിസ്കസ് ചെയ്യാന്ന് ഓർത്താ ഞാൻ വന്നത്. ഇപ്പൊ ഡിസ്കസ് ചെയ്യണ്ട, വാ വന്നിട്ട് ഉറങ്ങും. എന്നതാ ചേട്ടാ ഇത്? സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാ. ഓ, ഞാൻ എന്നതാ പറഞ്ഞോണ്ടിരുന്നേ? ആ, അങ്ങ് ബാംഗ്ലൂര് അമ്മച്ചിക്ക് ഒരു ആംഗ്ലുണ്ട്, ഐസക് അങ്കിൾ. ഞാനും അങ്കിളും തമ്മില് മുട്ടനടക്കാം. അല്ലെങ്കിൽ ഈ കടക്കണിന്ന് അങ്കിൾ അമ്മച്ചിയെ എപ്പോഴേ രക്ഷിച്ചോണ്ട് പോയേനെ. എന്നാ പിന്നെ അങ്കിളിനൊരു മെയിൽ അയക്കാന്ന് വിചാരിച്ചപ്പോൾ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാൻ ദേ ഈ പേപ്പറിലാക്കി. അങ്കിളിനുള്ള പ്രേമലേഖന ചേട്ടാ ഒന്ന് വായിച്ചു നോക്കി. ആ, എൻ്റെ ഹൃദയം തുറന്നത് നോക്ക് ചേട്ടായി. ആ, പ്രിയപ്പെട്ട അങ്കിൾ, ഇതെന്റെ ആത്മഹത്യാക്കുറിപ്പ്. എങ്ങോട്ടാടുവാ? വേണ്ടാത്തൊന്നും കാണിക്കരുത്. പരിഹാരം ഉണ്ടാക്കാതെ ഞങ്ങൾക്ക് വേണ്ടി എന്നത്തിനാ അവനിത് ചെയ്തത്? എല്ലാത്തിലും വലുത് അവനല്ലേ? സീ വന്നു. നശിച്ചൊരു മല, ഒരു കാറ്. ആ പയ്യന്റെ ബോഡി കിട്ടിയോടോ? ഇല്ല സാർ. മറ്റേ പൂനെന്ന് വന്ന ജിയോളജിസ്റ്റുകളാ അകത്തുണ്ട്. സാറിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. സി. ഓക്കെ. നാരായണൻ. മലയാളിയാണ്. ഹലോ, ദിസ് ഇസ് മിസ്റ്റർ മധുമിത് ചോപ്ര. വിജയ് സിംഗ്. സർ, ഇവിടെ ഒരു ജിയോളജിക്കൽ സ്റ്റഡി നടത്തണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിസ്റ്റർ വർഗീസ് ഒരു നോട്ട് എഴുതി വിട്ടിരുന്നു. അയാൾ ഡൽഹിയിൽ പോകുന്നതിന് മുമ്പ് ഒരു കോപ്പി എനിക്കും അയച്ചിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു ജിയോളജിക്കൽ സ്റ്റഡിയുടെ ആവശ്യമുണ്ടോ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇറ്റ് നീഡ്സ് സം അർജന്റ് അറ്റൻഷൻ. ഓ സർ, എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേക്ക്. താങ്ക് യു സർ. എന്തുട്ട് കഴിഞ്ഞ മഴയത് ആ ബോഡിയിൽ നോക്കണ്ടാ. വല്ലപ്പോൾ ആരെടുക്കലും കുടുങ്ങിക്കിടക്കണ്ടാവും. മഴ അങ്ങനെ നിന്നാൽ ബോഡി താഴെ കിട്ടുള്ളൂ. ഇന്നിനി ആഘോഷമൊന്നും വേണ്ട. ഒരു 5-6 അടിച്ചിട്ട് സുഖമായിട്ട് കിടക്കാം.
പറയണേ? വർഗീസ് സാർ അങ്ങ് ഡൽഹിയിലല്ലേ, അതാലോചിച്ചാ പോരെ. പ്രേതം വന്ന് എഴുതി വെച്ചു എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് സ്വബോധമില്ലാതായി പോയോ? ഞാൻ പ്രേതങ്ങളെ കാണാറുണ്ട്, സമ്മതിച്ചു. പക്ഷെ കോശി അവൻ പ്രേതം അല്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ആരെഴുതി വെക്കാനാ? ഗോപി, നീ എത്രയും പെട്ടെന്ന് ഏറാടി മടത്തിൽ ചെന്നൊരു ചരട് ജപിച്ച് കെട്ടണം. ഉള്ള ഉറക്കവും കളഞ്ഞു. നിങ്ങളൊക്കെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും, വെറുതെ മനുഷ്യനെ ചുറ്റിക്കും. പാടി. പിന്നെ ഗോപി, അനിത പറഞ്ഞൊന്നും നീ കാര്യാക്കണ്ട. നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത സ്റ്റേറ്റ് അല്ലേ, പ്രേതങ്ങൾ വരെ എഴുതും, അതിശയിക്കാനൊന്നുമില്ല. ഇത് മുഴുവട്ടിന്റെ തുടക്കം.